സുബ്ഹാനല്ലാഹ്, ഇപ്പോഴത്തെ കള്ളം പറയുന്ന കക്ഷികളുടെ സ്വഭാവം എന്താണ് നിങ്ങൾക്കറിയില്ലേ? ക്ലിപ്പ് മുറിക്കലാണ്. അതേ പണ്ഡിതന്മാരെ പ്രസംഗം അപ്പുറവും മുറിച്ച് ഇപ്പുറവും മുറിച്ച് കഷ്ണത്തിൽ നിന്ന് മദ്യത്തിൽ നിന്നെടുത്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കലാണ് ഇപ്പോൾ അത്തരത്തിലുള്ള ദജ്ജാലുകളുടെയും കദ്ദാബുകളുടെയും സ്വഭാവം. ഏതുപോലെ ജൂതന്മാരങ്ങനെയായിരുന്നു, ക്രിസ്ത്യാനികൾ അങ്ങനെയായിരുന്നു. അവരെ കിതാബിലുള്ള പകുതി മറച്ചു വെച്ചിട്ട് യുഹരിഫൂനൽ കലിമ അൻ മവാദിഹി, അസ്ഥാനത്ത് കൊണ്ടുപോയി വെച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ്. അത് തന്നെയാണ് ഇപ്പോഴും സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. പറഞ്ഞു വന്നത്, സുബ്ഹാനല്ലാഹ്, ഞാനിതിനു മുമ്പ് അതേ കുണ്ടോട്ടിയിൽ വെച്ച് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിനൊരു മറുപടി പറഞ്ഞിരുന്നു. അതിൽ ഞാൻ ഉദ്ധരിച്ചിരുന്നു ദഹബിയുടെ ഉദ്ധരണി. ഇബ്നു തൈമിയ എന്ന് പറയുന്ന പണ്ഡിതനെ സംബന്ധിച്ച് കുറെ പുകഴ്ത്തി പറഞ്ഞൊരു മനുഷ്യനാണ് ദഹബി. ആ ഹാഫിദു ദഹബി തന്നെ പറയുകയാണ്, ഇബ്നു തൈമിയക്ക് വലിയ കിബ്റായിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞ് ഞാൻ അന്ന് വായിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കദ്ദാബുകളും ദജ്ജാലുകളുമായ കുറെ ആളുകളുണ്ടല്ലോ, അവര് അത്തരത്തിൽ പറഞ്ഞത് അവിടെ മാറ്റിവെച്ചിട്ട് പേരോട് ഇപ്പോൾ ഇബ്നു തൈമിയെ വെളുപ്പിക്കാൻ നടക്കാണ് എന്ന് പറയുന്ന ചിലരുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ ഇബ്നു തൈമിയെ വെളുപ്പിക്കാനുമില്ല കാർപ്പിക്കാനുമില്ല, നമുക്കതിന്റെ ആവശ്യവുമില്ല. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു, ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു, ഇമാം തഖിയുദ്ദീൻ ഹിസ്നി റളിയല്ലാഹു അൻഹു, ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങിയിട്ട് അസംഖ്യം പണ്ഡിതന്മാർ വളരെ വ്യക്തമായി അത്തരം വിഷയങ്ങൾ സംസാരിച്ചതിനാൽ നമ്മൾ സ്വന്തം വകയിൽ ഒന്നും ഒരാളെ പറ്റി പറയേണ്ടതില്ല. നമ്മൾ ഇമാമിയങ്ങളെ കിതാബ് ഉദ്ധരിച്ചാൽ മതിയെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക. അത് പറയാനും ഒരു കാരണമുണ്ട്. അതെന്തേ? അത് പറയേണ്ട സമയത്ത് അത് പറയണം. അതേസമയത്ത് ഞാൻ വാഴക്കാട് വെച്ച് പ്രസംഗിച്ചിരുന്നു, അവിടെ പറയേണ്ടത് അവിടെ പറഞ്ഞു. അവിടെ ഒരു മൗലവി വന്നിട്ട് പറഞ്ഞു, അല്ലാഹു തആലക്ക് കയ്യും കാലും ഉണ്ട് എന്ന്, അല്ലാഹ് കസേരമേ കുത്തിരിക്കുകയാണ്. അതിനെതിരെ ഞാൻ പ്രസംഗിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇബ്നു തൈമി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇബ്നു തൈമി അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോയി അംഗീകരിക്കണമെന്നുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ അംഗീകരിക്കണം. ഇബ്നു തൈമി ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്ന് വായിച്ചു നോക്ക് ഫതാവൽ ഹദീസ്, അതുപോലെ മറ്റുള്ള കിതാബുകളൊന്ന് വായിച്ചു നോക്ക്. ഒന്നും രണ്ടൊന്നല്ല, എത്ര കിതാബിലാ പറഞ്ഞു. ഇമാം സുബ്കി പറഞ്ഞു വായിച്ചു നോക്ക്. എന്തിനധികം പറഞ്ഞു, ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞു വായിച്ചു നോക്ക്. ഞാൻ കുറെ കിതാബുകളൊന്ന് ഉദ്ധരിച്ചു. സുഹൃത്തുക്കളെ, അതിനെ ഇപ്പം പറയാനുള്ള, ഇപ്പൊ പുതിയൊന്നും പറയുന്നൊന്നുമില്ല, പണ്ട് പറഞ്ഞ ഇപ്പം പറയുന്നു. പക്ഷേ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരാൾ വന്നു. ചിലർക്ക് എവിടെ എന്ത് പറയണം എന്നതിനെ കുറിച്ചൊരു വിവരമില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഓരോ സ്ഥലത്തും പറയേണ്ടത് പറയണം. ഞാൻ ഇന്നലെ വയത് പറഞ്ഞിട്ടുണ്ടാവും, അവിടെ ഞാൻ ചിലപ്പോൾ പള്ളിയെ പറ്റി ഒന്നും പറഞ്ഞിട്ടുണ്ടാവും, കാരണം പള്ളി ഉദ്ഘാടനമല്ല. അപ്പൊ ചിലപ്പോൾ അവിടെ പറഞ്ഞ വേറൊരു വിഷയമായിരിക്കും. അങ്ങനെ ഓരോ സ്ഥലത്തും ആവശ്യമുള്ളതല്ലേ പറയേണ്ടത്, ആവശ്യമുള്ളതുപോലെ പറയേണ്ടത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അടുത്ത ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഒരു മനുഷ്യനെ കൊന്നാൽ കൊന്നവന് തോപുണ്ടോ എന്ന് ചോദിച്ചു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തോപില്ല എന്ന് പറഞ്ഞു. അയാൾ മടങ്ങിപ്പോയി. വേറൊരാൾ വന്നിട്ട് ചോദിച്ചു, ഒരു മനുഷ്യനെ കൊന്നവന് തോപുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന്. ഇതാരാ? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പൊരുത്തം കൊടുത്ത സഹാബിയാണ്. റസൂൽ സല്ലല്ലാഹുവിന്റെ പിതൃ സഹോദരന്റെ മോനാണ്. ലോകത്ത് ഏറ്റവും വലിയ ഖുർആൻ വ്യാഖ്യാതാവാക്കാണ് ഹിബ്റുൽ ഉമ്മ. അയാളോട് പറഞ്ഞ ഒന്നാണ്, ഇയാളോട് പറഞ്ഞ ഒന്നാണ്. അതെന്തേ കാരണം? അതിന്റെ കാരണം ആദ്യത്തെ ആള്, അയാൾക്കൊരു സാഹചര്യം ഉണ്ട്. അയാളുടെ സാഹചര്യം എന്താണ്? അയാള് കൊന്നാല് തോപണ്ട് എന്നാണ് മറുപടി എങ്കിൽ ഒരാളെ കൊല്ലണമെന്ന് പ്ലാൻ ഉണ്ട്. തോപണ്ട് എന്നാ പറയുന്നത്, എന്നാ പോയിട്ട് കൊല്ലണം. അയാളോട് പറഞ്ഞ മറുപടിയാണെന്ത്? തോപില്ല. രണ്ടാമത്തെ ആൾ അങ്ങനല്ല, അയാൾ ഒരു ദുർബല നിമിഷത്തിൽ കൊന്നു പോയി. ഇപ്പൊ അയാൾക്ക് മനസ്സിൽ വലിയ ഖേദുണ്ട്, പഠിച്ചോണ്ട് എന്നെ സ്വീകരിക്കോയില്ലേ. അയാളോട് പറഞ്ഞ മറുപടിയാണ് തോപുണ്ട്. മറ്റാൾ പറഞ്ഞ തോപില്ല. ഒരു പണ്ഡിതന്റെ ഉത്തരവാദിത്വം ആളുകളെ ഈമാനും അമലും രക്ഷപ്പെടുത്തുക എന്നതാണ്. സാഹചര്യത്തിനനുസരിച്ച് പറയണം എന്നതിന് ഇമാം നവവി റളിയല്ലാഹു അൻഹു ശർഹുൽ മുഹദ്ദമിന്റെ മുഖദ്ദിമയിൽ ഈ സംഭവം എടുത്ത് ഉദ്ധരിച്ചത് കാണാം. ഇതൊന്നും പഠിക്കാത്ത ചില ആളുകളുണ്ട്. അവർക്ക് അവിടെ പറഞ്ഞ പോലെ തന്നെ എവിടെയും പറയാത്ത, ഇവിടെ പറഞ്ഞ പോലെ തന്നെ അവിടെയും പറയാത്തെന്നൊക്കെ ചിന്ത ഉണ്ടാവും. ഇതൊരു ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിന്റെ ആകത്തുക എന്താണ്? അവിടെയുള്ള ചോദ്യത്തിന്റെ ആകത്തുക, ഇബ്നു തൈമിയ വലിയ പണ്ഡിതനാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന്റെ പേരിൽ ഇബ്നു തൈമിയ പറഞ്ഞു എന്ന് വിചാരിച്ച് ചില ആശയങ്ങളൊക്കെ ശരിയാണ് എന്ന് ചിലർക്ക് പറയുന്നുണ്ടല്ലോ. നമ്മൾ ഏത് സമീപനം സ്വീകരിക്കണം എന്നാ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇബ്നു തൈമിയ തന്നെ ഹിജ്റ 600 ശേഷം ജനിച്ചൊരു പണ്ഡിതനാണ്. അത് സഹാബത്തിന്റെ കാലത്തുള്ളതല്ല. അതേപോലെ 4 മദ്ഹബിന്റെ ഇമാമികളുടെ കാലത്തുള്ളതല്ല. ഹിജ്റ 600ഓളം കൊല്ലത്തിലെടുക്കാൻ ജനിച്ചിട്ടുന്നില്ല. അങ്ങനത്തെ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ മുൻഗാമികളായ ഇമാമിങ്ങളൊക്കെ പറഞ്ഞതിനെതിരാണെങ്കിൽ അത് സ്വീകരിക്കേണ്ട യാതൊരു ബാധ്യതയും മുസ്ലിമീങ്ങൾക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറെ കാര്യങ്ങൾ അവിടെ വിശദീകരിച്ചു. അവിടുത്തെ ചോദ്യത്തിനനുസരിച്ചുള്ള മറുപടി അവിടെ പറഞ്ഞു. വാഴക്കാട്ട് അപ്പുറത്തുള്ള മൗലവി പറഞ്ഞതിനനുസരിച്ചുള്ള മറുപടി അവിടെ പറഞ്ഞു. എല്ലാ സ്ഥലത്തും ഒറ്റൊന്ന് പറയലും ഒന്നും കയ്യിലില്ലാത്തവന്റെ പരിപാടിയാണ്. കയ്യിലൊന്നും കോളില്ലേ, പിന്നെ അങ്ങനത്തെ ഉണ്ട്. എല്ലാ സ്ഥലത്തും അതിന്റെ വിളമ്പ് അല്ലാണ്ട് അച്ചാർ മാത്രമുള്ള അച്ചാർ മാത്രം വിളമ്പ് അല്ലാണ്ട് എന്താക്കാനാ അവന് ബിരിയാണി വാങ്ങി. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അത് വിശദീകരിച്ച് പറയുന്നില്ല, ഇത് പറയേണ്ട സദസ്സല്ല. പക്ഷേ ഞാനത് പറയാൻ കാരണം, ഈ ക്ലിപ്പ് മുറിച്ചുകൊണ്ട് ആളുകളെ ഈമാൻ നശിപ്പിക്കുന്ന കുറെ ആളുണ്ട്. അതിലേറ്റവും മുൻപന്തിയിലുള്ള ഒരു ടീമാണ് കള്ളത്തരീഖത്തുകാർ.
കള്ളത്തരീക്കത്തുകാരും മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും ഖാദിയാനിയും ഒക്കെ ഒറ്റ കമ്പനിയാണ്. അവർ പരസ്പരം പറയാണ്. മുജാഹിദ് പറയും, ഞങ്ങളിപ്പോ അടുത്ത പ്രസംഗത്തിൽ പറയും പേരോട് മുജാഹിദ് ആയിട്ടുണ്ട്. നിങ്ങൾ അടുത്ത ക്ലിപ്പിൽ അത് വെക്കണം. അപ്പൊ എന്താവും? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സുന്നത്ത് ജമാഅത്തിനെ തകർക്കാൻ അതൊരു പരിപാടി നമുക്ക് ആസൂത്രണം ചെയ്യാന്നുള്ളത് ഒരു പരിപാടി, ഒരു പ്ലാനാണ്. ആ പ്ലാൻ അനുസരിച്ച് അപ്പുറം ഇപ്പുറം മുറിക്കുകയാണ്. ഈ ഹഫീദുൽ ദഹബി പറഞ്ഞ വാചകം ഈ ചങ്ങാതി കേൾപ്പിക്കുന്നില്ല. അതുപോലെ ഒരുപാട് സംഗതികളുണ്ട്, ഞാൻ പറഞ്ഞ പലതും കേൾപ്പിക്കുന്നില്ല. എന്നിട്ട് ചില ഭാഗത്ത് നിന്ന് അടർത്തിയെടുത്തിട്ട് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും സ്വഭാവം വെച്ചിട്ട് ആളുകളെ വിശ്വാസം തകർക്കാനുള്ള ഒരു ഏർപ്പാട് ഈ അടുത്ത് തുടങ്ങിയതാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ആരും തെറ്റിദ്ധരിക്കണ്ട. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. മഹാനവറുകളുടെ തുഹ്ഫയിലും ഫതാവയിലൊന്നും പറഞ്ഞതിനെ ആരും ഇവിടെ ചോദ്യം ചെയ്തിട്ടില്ല. അതിന്റെ അവസാനത്തെ വരി വരെ വായിച്ചാൽ ഞാൻ പറഞ്ഞത് അതിലൊക്കെ കാണാൻ കഴിയും. പറഞ്ഞൊക്കെ കാണാൻ കഴിയും. അവസാനത്തെ വരി അടക്കം വായിക്കണമെന്ന് മാത്രം. മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ ഒരു 2ാം നമ്പറാക്കി കാണാൻ വേണ്ടി ശ്രമിക്കുന്ന ചിലരുണ്ട്. അതും വേണ്ട, അതൊന്നും സുന്നത്ത് ജമാഅത്തിന്റെ മുമ്പിൽ നടക്കൂല. മഹാനായ ഖാതിമത്തുൽ മുഹഖ്ഖീൻ അഹ്മദ് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഇബ്നു തൈമിയെ സംബന്ധിച്ച് സംസാരിച്ചത് പക്ഷപാതിത്വപരമായിട്ടാണെന്ന് നുഅ്മാനുൽ ആലൂസി എന്ന് പറയുന്ന ഒരു സലഫി പണ്ഡിതൻ പറഞ്ഞു. ആ നുഅ്മാനുൽ ആലൂസി ഒരു ഗ്രന്ഥം രചിച്ചു. ആ നുഅ്മാനുൽ ആലൂസിയെ ഗണ്ണിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ കുണ്ടോട്ടിയിൽ വെച്ച് എന്നോട് ഇന്റർവ്യൂ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ചോദ്യം ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത്. അതുകൊണ്ട് ഇബ്നു ഹജർ ഹൈതമി നിങ്ങളെ കിതാബ് ഉദ്ധരിക്കുന്നതിന് പകരം ആ ആലൂസിയും കൂടി അംഗീകരിക്കുന്ന ഗ്രന്ഥമായ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഗ്രന്ഥം ഉദ്ധരിച്ച് പറഞ്ഞു. പക്ഷേ എവിടെ എന്ത് പറയണം, എങ്ങനെ പറയണമെന്നറിയാത്ത ചിലർ അത് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതായി എനിക്കറിയാൻ കഴിഞ്ഞു. അതിൽ മുസ്ലിം ഉമ്മത്ത് പെട്ടുപോകരുതെന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുകയാണ്. ആരും ഇബ്നു തൈമിയെ വെളുപ്പിക്കാൻ പോകണ്ട, കർപ്പിക്കാനും നമ്മൾ പോകുന്നില്ല. നമ്മൾ ഇമാമിങ്ങൾ പറഞ്ഞത് എടുത്തുദ്ധരിച്ച് പറയുകയല്ലാതെ നമ്മളെ സ്വന്തം വകയിൽ ഒരു കാര്യവും പറയാറില്ല. അത് റബ്ബ് നമുക്ക് തന്ന നിഅമത്താണ്. ഇമാമിങ്ങൾ പറഞ്ഞത് എടുത്തുദ്ധരിക്കുകയല്ലാതെ നമ്മളെ സ്വന്തം വകയിൽ തീരുമാനം പറയുന്ന ഏർപ്പാട് നമുക്ക് ഒരു കാലഘട്ടത്തിലുമില്ല. അപ്പോഴാണ് നമ്മൾ പണ്ഡിതന്മാരെ അംഗീകരിച്ചവരാകുന്നത്. ഞാൻ വലിയ വിവരമുള്ളവനാണെന്നൊരു ധാരണയോടെ നമ്മൾ സ്വന്തത്തിൽ പറയാൻ ഒരുങ്ങിയാൽ അത് പലപ്പോഴും അപകടം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇമാമിങ്ങളെ വാക്കെടുത്ത് ഉദ്ധരിച്ചാൽ നമുക്കതിന് ഉത്തരവാദിത്തമില്ലല്ലോ. അവരതിന് കഴിവുള്ള പണ്ഡിതന്മാരാണല്ലോ, അവർ പഠിച്ചു പറയുന്നവരാണല്ലോ, അവരത്രയും ശുദ്ധന്മാരാണല്ലോ. അതിനാൽ ഇമാമിങ്ങളെ പിന്തുടർന്നുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കണം. നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്ന വഴി അതാണ്. സുന്നത്ത് ജമാഅത്ത് വിട്ടുകൂടാ.